കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപകിന്റെ ആത്മഹത്യയിൽ റിമാൻഡിലായ ഷിംജിതയുടെ റിമാൻഡ് റിപ്പോർട്ട് പുറത്ത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് ബസ്സിൽ അസ്വാഭാവികമായ യാതൊരു സംഭവങ്ങളും നടന്നിട്ടില്ലെന്നും ഇരുവരും സാധാരണ നിലയിൽ ബസ്സിൽ നിന്നും ഇറങ്ങിപ്പോയതായും റിപ്പോർട്ടിൽ ദീപകിന്റെ ഭാഗത്തു നിന്ന് ശല്യപ്പെടുത്തലുകളോ മോശം പെരുമാറ്റമോ ഉണ്ടായിട്ടില്ലെന്ന് ബസ് ജീവനക്കാരും മൊഴി നൽകിയിട്ടുണ്ട്. മരിച്ച ദീപകിനെ ഉൾപ്പെടുത്തി ഷിംജിത 7ഓളം വീഡിയോകൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചതായും ഇവ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതായും കണ്ടെത്തി. അനീസ് ചേരുകയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനീസ്, റീലുകൾ ചിത്രീകരിക്കാൻ വേണ്ടി തന്നെ ഉള്ളതായിരുന്നു ആ ശ്രമം എന്നുള്ള ആരോപണത്തിന് ഫലം നൽകുന്നതാണ് ഇപ്പോൾ ഈ വരുന്ന റിപ്പോർട്ട്, അല്ലേ? തീർച്ചയായും. നിലവിൽ പോലീസിന്റെ പ്രാഥമിക അന്വേഷണമാണ് നടക്കുന്നത്. അതിനിടയിൽ വന്ന റിമാൻഡ് റിപ്പോർട്ടിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഈ ഷിംജിതയും ദീപക്കും ബസ്സിൽ കയറി അതിനുശേഷം ഈ CCTV പരിശോധിക്കുമ്പോൾ അസ്വാഭാവികമായി എന്തെങ്കിലും ഒന്ന് നടന്നതായി ഒരു സൂചനയും അതിൽ ഇല്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം അവർ പറയുന്നത്, രണ്ടുപേരും വളരെ സ്വാഭാവികമായാണ് യാത്ര കഴിഞ്ഞ് ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അതിനിടയിൽ ബസ്സിൽ വെച്ചോ ബസ്സിൽ കയറുമ്പോഴോ അതിനുശേഷം അവർ ഇറങ്ങിപ്പോകുമ്പോഴോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായി അവർ പറയുന്നില്ല. മാത്രവുമല്ല, ഈ ബസ്സിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ പരിശോധിക്കുന്നതിൽ നിന്ന് അസ്വാഭാവികമായി ഒന്നും സംഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിനുശേഷം പിന്നീട് സംഭവിക്കുന്നത്, ഈ പോലീസിൽ എന്തെങ്കിലും പരാതി നൽകണം എന്ന ബോധ്യമുള്ള ആളാണ്, ബിരുദാനന്തര ബിരുദമുള്ള ഒരു വ്യക്തിയാണ്, അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പറായിരുന്ന വ്യക്തിയാണ്. ഇവർക്ക് ഇത് സംബന്ധമായൊക്കെ വിവരമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ അങ്ങനെ നിയമപരമായ എന്തെങ്കിലും നടപടികളിലേക്ക് പോകുന്നതിന് പകരം റീൽസ് ചിത്രീകരിക്കുകയാണ് അവർ ചെയ്തത് എന്ന് കൃത്യമായി തന്നെ ഇവർ പറയുന്നുണ്ട്. അതുകൊണ്ട് 7 തവണ ഈ ദീപകിനെ ഉൾപ്പെടുത്തി വീഡിയോ ചിത്രീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകിയാൽ ഇത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്ന് കൂടിയാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ഈ പ്രതിയുടെ പശ്ചാത്തലം പറയുന്നു, അതോടൊപ്പം തന്നെ മരിച്ച ദീപകിന്റെ പശ്ചാത്തലം പറയുന്നു. പ്രതിയുടെ പശ്ചാത്തലം പറയുന്നിടത്ത് ഷിംജിത പഞ്ചായത്ത് മെമ്പറായിരുന്നു, ബിരുദാനന്തര ബിരുദധാരിയാണ്, അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അറിയാവുന്ന ആളാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ പറയുന്നത്, ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 108 ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. ഇവരുടെ മൊബൈൽ ഫോണും മറ്റ് സംവിധാനങ്ങളും പരിശോധിക്കുന്നുണ്ട്. പ്രാഥമികമായാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. എന്തായാലും ഈ കുടുംബം, മരിച്ച ദീപകിന്റെ കുടുംബം, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലെ മനുഷ്യരും ആരോപിക്കുന്നതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടായി പുറത്തു വന്നിട്ടുള്ളത്. ഈ ദീപകിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മോശമായ പെരുമാറ്റം ഉണ്ടായിട്ടില്ല എന്നാണ് പ്രാഥമികമായി മനസ്സിലാവുന്നത്. അതിന് പ്രധാനമായും 2 കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, ഈ ജീവനക്കാർ, ബസ്സിലെ ജീവനക്കാരോട് മൊഴിയെടുത്തു. അവർ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതായി അറിഞ്ഞിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ തന്നെ അവർ അറിയുമായിരുന്നു. സഹയാത്രികർ അറിഞ്ഞിട്ടില്ല, ജീവനക്കാർ അറിഞ്ഞിട്ടില്ല. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോഴും അങ്ങനെ എന്തെങ്കിലും മോശമായി ദീപക് പെരുമാറിയതായി കാണുന്നില്ല.